കൊച്ചിൻ്റെ ബർത്ത്ഡേ വരുന്ന പ്രമാണിച്ച് നമ്മൾ ഇന്ന് അവളുടെ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബലൂണും കാര്യങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേത്തർ ബസാറിലാണ് വന്നത്. ബ്രോഡ്വേയിട്ട് വന്നപ്പോഴത്തേക്കും ഒറ്റ കടകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒറ്റ കടകളെന്നല്ല, അത്യാവശ്യം വേണ്ട കടകളൊക്കെ അവധിയായിരുന്നു കേട്ടോ. ഞായറാഴ്ച വൈകുന്നേരം കൂടി ആയിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങിയത്. പിന്നെ തപ്പിത്തെറിഞ്ഞൊരു കട നമ്മൾ കണ്ടുപിടിച്ച് അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവുകയാണേ. ബീച്ച് നമ്മൾ ഫാൽക്കൺ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. എന്ന് വെച്ചാൽ അവിടെ ആകുമ്പോഴത്തേക്കും വലിയ രീതിയിൽ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നേരെ നമ്മൾ ഫാൽക്കൺ ബീച്ചിലേക്ക് പോവാണ്. പോണ വഴിക്ക് നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെയൊന്നും വണ്ടി നിർത്തിയില്ല, നേരെ നമ്മൾ പോകാണ് കേട്ടോ. അവിടെ ചെന്ന് ആദ്യം തന്നെ ഒരു കടയിൽ ചെന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ മേടിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടോ. അതിനുശേഷം നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവാണ്. എന്താ വെച്ചാൽ 3 കോസ്റ്റ്യൂമിൽ ഫോട്ടോസും വീഡിയോസും എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അധികം ഒന്നും സമയം കളഞ്ഞില്ല, നേരെ ചെന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് അവളുടെ ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്താണോ കാര്യമായ അലമ്പൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവൾ നമുക്ക് സഹായിച്ചു തന്നിട്ടോ. ഈ ഒരു കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കോസ്റ്റ്യൂം അപ്പം തന്നെ ഇട്ടിട്ട്, എന്ന് വെച്ചാൽ ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് തീർക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾക്ക് ദാഹിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൊടുക്കണം കേട്ടോ. അപ്പോൾ പുള്ളി ടയേർഡ് ആവാണ്ട് നോക്കണമെന്നുള്ള നമ്മുടെ മെയിൻ ചുമതല. അല്ലെങ്കിൽ പിന്നെ ഫോട്ടോസും വീഡിയോസും ഒന്നും വലിയ ഭംഗിക്ക് കിട്ടില്ല. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിർത്തിയാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോസ്റ്റ്യൂം മാറിനോടൊപ്പം തന്നെ അവളുടെ ആക്സസറീസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ വലിയ രീതിയിൽ അലമ്പില്ലാണ്ട് പുള്ളി സഹായിച്ചു തന്നുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒതുക്കി നിർത്തിയേക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഡ്രസ്സിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത് നല്ല സെറ്റായിരുന്ന ആൾ. അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു ബീച്ച്. സാധാരണ അവൾക്ക് വലിയ താല്പര്യമില്ല, ബീച്ചിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിക്കളിയാണ് മെയിൻ ആയിട്ട് ചെയ്യണത്. അപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ നേരെ വൈറ്റിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ ഫ്രൈസാണ് കേട്ടോ മേടിച്ച് കഴിച്ചത്. അപ്പോൾ ഓവർലോഡഡ് മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിട്ട് പോയിട്ടോ.